ആദരണീയനായ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വല്ലാതെ അവഹേളിച്ചും അധിക്ഷേപിച്ചും പരിഹസിച്ചും അതുപോലെ അസഭ്യങ്ങൾ പറഞ്ഞുമൊക്കെ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ധാരാളം പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസിനോട് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന് ഇത്രയേറെ വെറുപ്പും വിരോധവും വൈരാഗ്യവും വരാൻ കാരണം? അദ്ദേഹം ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്താണ് ഈ വൈരാഗ്യത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ശ്രീ ടോം ജോസ് കേരള ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് യാക്കോബായക്കാരുടെ പള്ളി പിടിച്ചു കൊടുക്കുവാൻ, അഥവാ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കൽ, അതാണ് അതിന് കൊടുക്കുന്ന മനോഹരമായ ഒരു പേര്. അപ്പോൾ അതിന് പ്രത്യക്ഷത്തിൽ ഈ ടോം ജോസ് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും, അപ്പോൾ ഇവര് 34 ഭരണഘടന പ്രകാരമാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഈ ടോം ജോസ് ഒരു കൗതുകപൂർവം ഇവരോട് ചോദിച്ചു, ഈ 34 ഭരണഘടന എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അതെനിക്കൊന്ന് കാണാൻ കഴിയുമോ? ചോദിക്കുന്നത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ്. 34 ഭരണഘടന എനിക്കൊന്ന് കാണാൻ കഴിയുമോ? അപ്പൊ ഇവർ പറഞ്ഞ് സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ മൂത്തു വന്നപ്പോ അവസാനം ടോം ജോസ് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി നിർബന്ധമായിട്ടും പറഞ്ഞു, നിങ്ങൾ 34 ഭരണഘടനയുടെ ഒറിജിനൽ ഹാജരാക്കിയേ മതിയാകൂ. എനിക്കത് പരിശോധിക്കണം. കാരണം 34 ഭരണഘടന അനുസരിച്ചാണല്ലോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അത് വലിയൊരു വഴിത്തിരിവിലേക്ക് എത്തി. 34 ഭരണഘടന എന്ന് ഇവർ കൊട്ടിഘോഷിക്കുന്ന ആ സാധനത്തിന്റെ ഒറിജിനൽ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുരാതനമായ സഭയാണെന്നും പൂർവികമായ സഭയാണെന്നും തോമാസ് ലീഗ വന്ന കാലം മുതലുള്ള സകല തെളിവുകളും തങ്ങളുടെ കയ്യിലുണ്ടെന്നും പറയുന്ന ഇവർക്ക് കേവലം 90 വർഷം പഴക്കമുള്ള ഒരു ഡോക്യുമെന്റ് പോലും സ്വന്തമായിട്ടില്ല എന്നുള്ളതാണ്. 2024 നിന്ന് 90 വർഷം പഴക്കമേ ഉള്ളൂ 34-ന്. അങ്ങനെ കേവലം 90 വർഷം മുമ്പ് ഉള്ള ഒരു ഡോക്യുമെന്റ് പോലും തങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത അത്ര ദരിദ്രമായ ഒരു വിഭാഗമാണ് തങ്ങൾ എന്നുള്ളത് ലോകം മുഴുവൻ അറിയുമെന്നുള്ള പരിഭ്രാന്തിയിൽ ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? കേരള ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്തു. അങ്ങനെ ആ കേസിന് മറുപടിയായിട്ട് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ടാണ് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗം കേസ് കൊടുത്തത്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ പ്രമുഖരായ, പ്രശസ്തരായ, പ്രഗത്ഭരായ അഭിഭാഷകരെ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിനെതിരെ സർക്കാർ ചെലവിൽ നിയമിക്കുവാനും, യാക്കോബായ സഭയ്ക്ക് അന്തരിച്ച കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയുടെ മുൻ അധ്യക്ഷൻ പൗലൂസ് രണ്ടാമൻ പറഞ്ഞതുപോലെ നിരങ്ങി വന്ന നീതി കിട്ടുവാനും ഇടയായി തീർന്നു. ഇതിന്റെ ചരിത്രം ഇതാണ്. അതുകൊണ്ട് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ കുഞ്ഞുങ്ങളും മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യില് അല്ലെങ്കിൽ നിങ്ങളുടെ സഭ എന്ന് പറയുന്ന ആ സംഘടനയുടെ അറയിൽ ഒരു ഡോക്യുമെന്റും ഇല്ല. ഉള്ള ഡോക്യുമെന്റ് മുഴുവൻ വ്യാജമാണ്. കോട്ടയം പ്രദേശത്തെ ഒരു പഴഞ്ചൊല്ല് പോലെ, വെളുത്തേടന്റെ അറ പോലെയാണ് ദേവലോകത്തെ പെട്ടി. അവിടെ ഒന്നും സത്യമായിട്ടുള്ളതില്ല, യഥാർത്ഥമായിട്ടുള്ളതില്ല. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കുക, ഇതൊരു വ്യാജ തട്ടിക്കൂട്ട് ഭൂമാഫിയ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഇതിന് ക്രിസ്തുവുമായിട്ടോ ദൈവരാജ്യവുമായിട്ടോ ഒരു ബന്ധവുമില്ല. താങ്ക് യു ഫോർ ലിസണിങ്.